അങ്ങനെ ഇവൾ ഇറങ്ങി ഓടി ഹാളിലെത്തിയപ്പോഴാണ് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ഇവള് വിചാരിച്ച് ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഹാളിൽ തന്നെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നേ. ഹസ്ബൻഡ് വന്ന പാട് ഇവള് കാര്യങ്ങൾ പറഞ്ഞേ. അപ്പൊ അവര് പറഞ്ഞു നിനക്ക് തോന്നിയതാക്കാരം, കാരണം നമ്മൾ ഈ ഏർലി മോർണിംഗ് ഒക്കെ എണീച്ചിട്ട് പിന്നെ കിടക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളല്ലേ സ്വപ്നം കാണുക, അങ്ങനെ കണ്ടതാക്കാരം എന്ന് പറഞ്ഞ് ഇവളും വിചാരിച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമിലേക്ക് പോയി. റൂമിൽ കയറുന്നവർ ഇവളും വിചാരിക്കുന്നു ഓക്കെ സ്വപ്നം കണ്ട് പേടിച്ചാക്കാരം എന്നാണ്. റൂമിൽ എത്തിയപ്പോൾ ഇവിടെ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ കോലത്തിലാണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് ഒരു ചെറിയ നെഗറ്റീവ് തോട്ട്, ചെറിയൊരു പേടി ഇങ്ങനെ വരുന്നുണ്ട്. എങ്ങനെ ലാമ്പ് ലൈറ്റ് ഓഫ് ആയി, അതേമാതിരി ഇതൊക്കെ എങ്ങനെ നടന്നത്, ഇപ്പൊ സ്വപ്നം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു തോട്ട് വെക്ക് വരുന്നുണ്ട്. പിന്നെ ഇവളെ ഹസ്ബൻഡും പിറ്റേ ദിവസം വീട്ടുകാരൊക്കെ അത് തോന്നിയതാക്കാരം, സ്വപ്നം കണ്ട് പേടിച്ചതാക്കാരം എന്നൊക്കെ പറഞ്ഞപ്പോ ഇവളും അങ്ങനെ ഒഴിവാക്കിയേ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് വല്ലാണ്ടൊക്കെ ശ്രദ്ധ കൊടുത്തില്ല. ഇവള് ഈ സ്വപ്നം കാണുന്നത് നോമ്പിന്റെ ലാസ്റ്റ് ഡേയിലാണ്. പിറ്റേ ദിവസം എന്ന് പറയുന്നത് പെരുന്നാളാണ്. പിന്നെ പിറ്റേ ദിവസം ഇവളുടെ ഉപ്പ സുബഹി നിസ്കരിക്കാൻ വേണ്ടി രാവിലെ എണീച്ച് പള്ളിക്ക് പോയി തിരിച്ചു വരുന്ന ടൈമില് വീടിന്റെ അടുത്ത് എത്തിയപ്പോ, അതായത് ഈ ഓപ്പോസിറ്റുള്ള വീടുണ്ടല്ലോ, അതിങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന ടൈമില് ആ വീടിന്റെ മുന്നിൽ തന്നെ ഒരു കറുത്ത രൂപം നിൽക്കുന്ന പോലെ ഇയാൾക്ക് ഇങ്ങനെ തോന്നിയേ. നമ്മളെ സൈഡയിൽ ഇങ്ങനെ കാണുമല്ലോ. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ആ വീടിന്റെ ഡോറിന്റെ മുന്നിൽ തന്നെ ആയിട്ട് ഒരു കറുത്ത വലിയ രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇയാളങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നതാണ്. ഇയാളങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടതും അത് പെട്ടെന്ന് ഡോർ തുറന്ന് ആ വീടിന്റെ ഉള്ളിൽ കയറിപ്പോയെ. അതായത് ആ വീട്ടിന്റെ ഉള്ളിൽ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ള മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ വീട്ടിൽ കണ്ടു കയറി പോകുന്നത്. ഇത് കണ്ട് ഈ ഉപ്പയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലാത്ത ആളാണ്. അങ്ങനെ ഈ ഉപ്പ ഈ സംഭവത്തിനെ കണ്ടത് വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിനെ കണ്ട്, എന്താണെന്ന് അറിയില്ല, ആ ടൈം അല്ല എന്തെങ്കിലും തോന്നിയതാക്കാരം എന്നുള്ള രീതിക്ക് ഭയങ്കര കൂളായിട്ടാണ് ഈ പറയുന്നത്. ഇവരാന്നുണ്ടെങ്കിൽ ഇതിന് വലിയ കാര്യമൊക്കെ ഒന്നും അപ്പൊ എടുത്തിട്ടില്ലേ. ആൻഡ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഈ ഉപ്പാക്ക് പെട്ടെന്ന് വെയ്യാണ്ടായി. എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുക, അതുപോലെ തലകറക്കം ഒക്കെ ആയിട്ട് ഇവർ അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്യാസിന്റെ എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാര്യക്കും പറഞ്ഞുകൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് ഇവർ വീട്ടിലേക്ക് വന്നേ. ഇവർ വീട്ടിലേക്ക് വന്നിട്ട് ഇവർക്ക് പീരിയഡ്സ് ആവാഞ്ഞിട്ട് ഇവൾ ജസ്റ്റ് ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതും അപ്പോഴാണ് അറിയുന്നത് ഇവള് പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. അന്ന് രാത്രി ഇവള് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ക്രീച്ചർ ഇവൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇതിനെ എനിക്ക് വേണം, ഇതിനെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംസാരിക്കുന്ന ക്രീച്ചറിനെ ഇവള് കാണുന്നില്ല, അതിന്റെ സൗണ്ട് മാത്രമാണ് ഇവള് കേൾക്കുന്നത്. അന്നിങ്ങനെ ഇവള് ഈ സ്വപ്നം കണ്ട് പേടിച്ച് എണീച്ച് ഇവക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച പാട് ഈ ഉപ്പയാണെങ്കിൽ ഛർദ്ദിച്ച് ആകെ വൊമിറ്റ് ചെയ്യുന്ന സൗണ്ട് ഒക്കെയാണ് ഇവള് കേൾക്കുന്നത്. അങ്ങനെ ഇവള് ഈ ഉപ്പാന്റെ അടുത്തേക്ക് ഓടി പോകുന്ന ടൈമിൽ ഇവളുടെ മുന്നിൽ തന്നെ ഒരു ഫോഗ് പോലെ, ഒരു പുക പോലെ ഒരു സംഭവം ഇവിടെ മുന്നിൽ അങ്ങ് വന്നേ. നമ്മളിങ്ങനെ എന്തെങ്കിലും സംഭവം വന്നാൽ പെട്ടെന്ന് നമ്മളുടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവളങ്ങ് മാറി നിന്നതും അടുത്ത് തന്നെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ തട്ടി ഇവൾ ഒന്നായിട്ട് അങ്ങ് വീണ്. ഇവള് നന്നായിട്ട് നിലത്ത് ഇടിച്ചിട്ടാണ് വീണത്. അതുകൊണ്ട് തന്നെ ഇവള് എണീച്ച് ഇരുന്ന പാട് ഇവളുടെ ഡ്രസ്സൊക്കെയാണ് നോക്കുന്നത്. നല്ല വയറുവേദന ഉണ്ട്. അപ്പൊ ഡ്രസ്സൊക്കെ നോക്കിയതും അപ്പൊ തന്നെ നല്ല ബ്ലീഡിങ് ഉണ്ട്.